ഹലോ. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ ചെയ്ത ഡിന്നർ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നും നമ്മളൊരു ഡിന്നർ വ്ളോഗാണ് ചെയ്യുന്നത്. മഷ്റൂം പെപ്പർ റോസ്റ്റും കിഡ്സിന് വേണ്ടിയിട്ടൊരു മഷ്റൂം സ്റ്റൂ ആണ് ഞാൻ ചപ്പാത്തിയിലൂടെ രാത്രി ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് കടക്കാം വീഡിയോയ്ക്ക്. എൻ്റെ സൗണ്ടൊന്നും കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ പരിപാടി തുടങ്ങുകയാണ്. ബൂബു എൻ്റെ പുറകെ വാലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നേരത്തെ വാങ്ങിച്ചു വെച്ച് നമ്മുടെ മഷ്റൂം എടുത്തു. മഷ്റൂം പല രീതിയിൽ ക്ലീൻ ചെയ്യാം കേട്ടോ. ഞാൻ ഇതിൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടല്ല ക്ലീൻ ചെയ്യുന്നത്. അങ്ങനെ കരഞ്ഞു പിഴിഞ്ഞ് ബൂബു എൻ്റെ കൂടെ ക്ലീനിങ്ങിന് കൂടി. ഞാൻ മഷ്റൂം ആദ്യം ഒരു ടിഷ്യൂ ഇട്ട് നന്നായിട്ട് തുടയ്ക്കും. അതായത് അതിന് മുകളിൽ മണ്ണും അഴുക്കൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ നന്നായിട്ട് വെറ്റ് ടിഷ്യൂ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നോർമൽ ടിഷ്യൂ ആണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ തുണിയാണെങ്കിലും കുഴപ്പമില്ല, ഇട്ട് നന്നായിട്ട് തുടച്ചിട്ട് ഞാൻ ലേശം ഉപ്പിട്ട വെള്ളത്തിലേക്ക് ഈ മഷ്റൂംസിനെ ഇടും. ഇട്ടിട്ട് അതിനെ നന്നായിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കും. ഈ തൊലി ക്ലീൻ ചെയ്തെടുക്കുന്നത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാനിങ്ങനെ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ക്ലീൻ ചെയ്യാം. പിന്നെ ഞാൻ നന്നായി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തു. വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു. വെളുത്തുള്ളി, ഒരു ഫുൾ വെളുത്തുള്ളി കേട്ടോ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഒരു 250 ഗ്രാം മഷ്റൂം ഉണ്ട് എനിക്ക്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് സവാള ഇട്ടു. സവാള നമുക്ക് ഇതിന് ഗ്രേവി വേണ്ടത്ര നമുക്ക് യൂസ് ചെയ്യാം. മഷ്റൂമിൻ്റെ ഈക്വലി സവാള നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ മഷ്റൂമിൻ്റെ ഒരു 1/4 ഭാഗത്തിൻ്റെ അത്രയും സവാള ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചാട്ടോ. എന്നിട്ട് ഞാൻ സവാള ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ ആ മഷ്റൂമും അതിലേക്ക് ഇട്ടു. എന്നിട്ട് നന്നായിട്ട് രണ്ടിനെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. മഷ്റൂം നമുക്കറിയാമല്ലോ ചെറിയ വേവേ ഉള്ളൂ, പക്ഷേ അതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട. കാരണം വെള്ളമൊക്കെ അതിൽ നിന്ന് തന്നെ ഊർന്ന് വന്നോളൂ നമ്മൾ അടച്ചു വെച്ച് കഴിയുമ്പോൾ. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പിട്ടിട്ടുണ്ട് ഞാൻ കേട്ടോ. മിക്സ് ചെയ്തിട്ട് ഞാൻ അടച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാൻ പോകണം. അതിന് തണ്ടുമൊക്കെ ഞാൻ കട്ട് ചെയ്തു കേട്ടോ. അതിലൊന്നും വേസ്റ്റ് ഇല്ല മഷ്റൂമിന്. അപ്പോൾ ഞാൻ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മഷ്റൂം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഗീ ആണ് ഒഴിച്ചേക്കുന്നത്. അതിലോട്ട് ഞാനൊരു കുഞ്ഞ് കഷ്ണം വെളുത്തുള്ളിയും ഒരു സ്വല്പം ഇഞ്ചി ഇട്ടു. എന്നിട്ടൊരു ഒരു കുഞ്ഞ് സവാളയുടെ ഒരു കുഞ്ഞ് കഷ്ണം അതും നന്നായിട്ട് നുറുക്കിയത് ആഡ് ചെയ്തു. പിന്നെ ഒരു 4 മഷ്റൂമും കൂടി ഇട്ട് കുറച്ച് ലേശം അതിനാവശ്യമുള്ള ഉപ്പും ഞാൻ ആഡ് ചെയ്തു. ചെറിയ ചുമയുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് അടച്ച് വെച്ചപ്പോഴത്തേക്കും നമ്മുടെ മറ്റേ മഷ്റൂം ഏകദേശം അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ വേറെ മസാലാസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, പുറകെ ആഡ് ചെയ്യും. വളരെ സിമ്പിളാണ് ആൻഡ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മഷ്റൂം മസാലയാണ് കേട്ടോ ഇത് ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ളതൊന്നുമല്ല കേട്ടോ. ഞാൻ എവിടെയോ കണ്ടിട്ട് അതുപോലെ ഞാൻ ട്രൈ ചെയ്തു, ഇഷ്ടപ്പെട്ടു. ഇപ്പം ഞാൻ ആഡ് ചെയ്ത് മല്ലിപ്പൊടി കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുരുമുളകാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കുരുമുളക്, അതായത് നമ്മൾ എരിവിന് ആവശ്യം, വേറെ ഒന്നും ഇതിൽ മസാലകൾ എരിവിന് വേണ്ടി ചേർക്കുന്നില്ല, പച്ചമുളകും ചേർക്കുന്നില്ല. ആ കുരുമുളക് ഇട്ട് മിക്സ് ചെയ്ത് തുറന്ന് വെച്ചാട്ടോ ഇനി വേവിക്കുന്നത് ഞാൻ. അപ്പോൾ അതിൻ്റെ അടുത്തൊരു സ്റ്റേജാണ് ഈ കാണുന്നത്. ഏകദേശം അതൊന്ന് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മഷ്റൂം സ്റ്റൂവിൻ്റെ ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തു. എന്നിട്ട് മഷ്റൂം നന്നായിട്ട് വെന്തു, ആ ഗീയിൽ കിടന്ന് നന്നായിട്ട് റോസ്റ്റായി. അതിലേക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു. കുട്ടികൾക്ക് വേണ്ടിയിട്ടായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കുരുമുളക് ഇട്ട് നല്ല സ്പൈസി ആയിട്ട് എടുക്കുന്നുണ്ട്. അവർക്ക് സെപ്പറേറ്റ് കറി വെക്കുന്നത്, അല്ലെങ്കിൽ സ്വതവേ നമ്മളെല്ലാവരും ഒരേ കറിയൊക്കെ ആട്ടോ കഴിക്കുന്നത്. അതിലേക്ക് ഒരു കുഞ്ഞ് 1/4 ടീസ്പൂൺ കുരുമുളകും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെയാണ് ഇട്ട്. എന്നിട്ട് കറിവേപ്പില ഇട്ടിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് നമ്മുടെ കറി ക്ലോസ് ചെയ്തു. ഇനി കുറച്ച് നേരം അടച്ചു വെച്ച് കഴിയുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. പിന്നെ ഞാൻ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള പൊടി നനയ്ക്കുവാണ്. ഞങ്ങളിപ്പോൾ ഡിന്നർ എല്ലാ ദിവസവും ചപ്പാത്തിയാണ്. മുമ്പ് ചോറാട്ടോ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു 2 നേരം ചോറ് കഴിക്കേണ്ടതെന്ന് കരുതിയിട്ട് ഇപ്പോൾ ഞങ്ങൾ ചപ്പാത്തിയിലേക്ക് മാറി. അപ്പോഴേക്കും നമ്മുടെ ബൂബു വന്നിങ്ങനെ അടുക്കളയിൽ എപ്പോഴും ബൂബും പെക്കി മാറി ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്താലും വന്നുകൊണ്ടിരിക്കും. എനിക്ക് ചെറിയ ജലദോഷമുണ്ട്, അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല. ഓക്കെ, അങ്ങനെ ഞാൻ ചപ്പാത്തി മാവൊക്കെ മാറ്റി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ മഷ്റൂമിൻ്റെ പരിപാടികൾ ഓൾമോസ്റ്റ് ഇറക്കാറായി. ആ ഒരു ടൈമിൽ ഗരം മസാല, ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിക്കുന്ന ഗരം മസാല കേട്ടോ. ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് ഒന്ന് ഇളക്കിയിട്ട് മഷ്റൂമിനെ മാറ്റാം. അപ്പോഴേക്കും ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി. പിന്നെ നമ്മുടെ മഷ്റൂമിനെ കോരി വേറൊരു സെർവിങ് ഡിഷിലേക്കൊക്കെ മാറ്റി നൈസായിട്ട് ഞങ്ങൾ കഴിക്കാൻ പോകണം. അപ്പോഴേക്കും ഞാൻ കുട്ടികളുടെ ഇതാണ് നമ്മുടെ മഷ്റൂം സ്റ്റൂ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രകൃതിക്കും ബൂബുവിനും ഇഷ്ടമാണ്. തേങ്ങാപ്പാൽ വലിയ എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് തേങ്ങാപ്പാലൊരു ടേസ്റ്റൊക്കെ ഇഷ്ടമാണ് രണ്ടുപേർക്കും. അപ്പം ഞങ്ങൾ പൊതുവേ എല്ലാ ദിവസവും ഡിന്നർ, അതായത് ചേട്ടൻ നൈറ്റ് ഡ്യൂട്ടി ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഡിന്നർ ഞങ്ങൾ ഒരുമിച്ചാണ് കഴിക്കുന്നത്. 4 പേരൂടെ ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അത് ബൂബുവിൻ്റെ ഭാഗം കഴിക്കാതെ. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കേണ്ട കാരണം ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് വിളമാർ കഴിക്കുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുവാണ്. ബൂബു നക്കിയൊക്കെ നോക്കി കഴിക്കുന്നത്. പെക്കിക്ക് ഓൾറെഡി ഇഷ്ടമായത് കാരണം പെക്കി കഴിക്കാൻ തുടങ്ങി. സോ അതാണ് ഞങ്ങളുടെ കറി കണ്ടോ. ശരിക്കും ആ മഷ്റൂമിലേക്ക് നമ്മുടെ കുരുമുളകൊക്കെ പിടിച്ച് നല്ല ഒരു കറുത്ത കളറായി നമ്മുടെ മഷ്റൂം. നല്ല ടേസ്റ്റാണ്. ഇതെന്തായാലും ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ട് പറയണം കേട്ടോ. എനിക്ക് ഓൾറെഡി ഇഷ്ടമാണ്. ഇന്ന് കുറച്ചുകൂടെ നന്നായിട്ടുണ്ട് കറി.
അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തന്നെ. നിങ്ങൾ വീട്ടിൽ ഡിന്നർ നിങ്ങൾ എപ്പോഴും ഒരുമിച്ചിരുന്നാണോ കഴിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണം. ഭയങ്കര നല്ലൊരു പോസിറ്റിവിറ്റിയാണ് നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നേ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.